എല്ലാ പാലക്കാട്ടുകാരും കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന് നടക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ത്രിസന്ധ്യയ്ക്ക് ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥ സംഗമം നടക്കും. നാളെയാണ് രഥോത്സവത്തിന് കൊടിയിറങ്ങുക. കൂടുതൽ വിവരങ്ങളുമായി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഐഷത്തുൽ ഷംനയും നിഖിൽ പ്രമേഷും തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അപ്പോൾ അവിടെ നല്ല ജനത്തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണെങ്കിൽ പോലും ഈ സംഗമത്തിന് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളവിടെ പോയിട്ടുള്ളപ്പോഴൊക്കെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരും. ഷംന, നമ്മുടെ ആൾക്കാർ ശരിക്കും നമ്മളവിടെ എത്തിയിട്ടുള്ളപ്പോഴൊക്കെ തന്നെ വല്ല സ്നേഹവാത്സല്യങ്ങൾ ചൊരിയാൻ പാലക്കാട്ടുകാർ എപ്പോഴും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ അവരുടെ സ്നേഹം നിങ്ങൾ കൂടി ലഭിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് നമ്മളോടുള്ള സ്നേഹം. പ്രത്യേകിച്ച് SKN ഹാഷ്മിയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്, എപ്പോൾ എത്തുമെന്ന് ചോദിക്കുന്നു കൽപ്പാത്തിയിൽ. എന്തായാലും വലിയ തിരക്ക് നമുക്കറിയാം. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ രഥസംഗമമെങ്കിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരക്കുണ്ടായിരുന്നെങ്കിൽ കൂടി ഇന്ന് രഥസംഗമത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് ത്രിസന്ധ്യക്ക് ഇന്ന് എല്ലാ രഥങ്ങളും സംഗമിക്കുന്നത്. ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? നല്ല പരിപാടിയാണ്. ഇവിടെ പാലക്കാടിനുള്ള ഇല്ല ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള കാണാൻ വേണ്ടി വന്നതാണ്. അതെ. ഇല്ല ആദ്യത്തെ തവണയാണ്. ആദ്യത്തെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു, ഇന്നും തൊഴാൻ വന്നിട്ടുണ്ട്. അതാണ് ഈ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. അതിനപ്പുറം കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു വിശ്വാസം ഉണ്ട്. അങ്ങനെ ഒരുപാട് പുണ്യം നിറഞ്ഞ ഒരു ദിവസം അത് കാണാൻ വേണ്ടി ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും വർഷത്തിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും എത്തി തൊഴുകുന്ന ഈ ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി ദേവി ദേവന്മാർ കുടുംബസമേതം അവരുടെ അഗ്രഹാരങ്ങളിൽ അവരുടെ വീഥികളിൽ നേരിട്ടെത്തി അനുഗ്രഹം നൽകുന്നു എന്നൊരു വിശ്വാസം ഇതിന് പുറകിലുണ്ട്. അത് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. മാത്രവുമല്ല, ഇത് വൈകിട്ടോടുകൂടി എല്ലാ രഥങ്ങളും സംഗമിക്കുന്ന ആ ഒരു കാഴ്ച അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ്. അത് ആ കാഴ്ച നമ്മൾ നേരിട്ട് തന്നെ കാണേണ്ട ഒരു അനുഭവമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ രഥോത്സവം? കുഴപ്പമില്ല, എല്ലാ തവണയും വരാറുണ്ട്. പാലക്കാട്ടുകാരൻ? അതെ, പട്ടിക്കര. ഓക്കെ, അതാണ് ഇങ്ങനെ ഒഴുകി ഇപ്പോൾ ഇതാ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുകയാണ് അവിടെ തൊഴാൻ വേണ്ടി. ഒപ്പം തന്നെ ഈ തേര്, ഇത് ആദ്യ ദിവസം രഥപ്രയാണം ചെയ്ത തേരാണ് ഇവിടെ ഉള്ളത്. ഇനി വൈകിട്ടാവുമ്പോഴേക്കും ഇന്ന് നടക്കുന്നത് 2 തേരുകളാണ്. അതായത് പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ഒപ്പം തന്നെ ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെയും രഥങ്ങൾ. അവിടെ നിന്നാണ് ഇന്ന് രഥാരോഹണം. ഏകദേശം 10:30ക്കും 11:50നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ അവിടെ നിന്നും രഥപ്രയാണം തുടങ്ങും. രഥാരോഹണം നടക്കും. ഒപ്പം വൈകിട്ടായിരിക്കും പിന്നീട് രഥപ്രയാണം ഉണ്ടാവുക. എല്ലാ രഥങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ വിശാലാക്ഷി സമേത ക്ഷേത്രത്തിലെയും ഒപ്പം തന്നെ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ ഈ രഥപ്രയാണം ഉണ്ടായിരുന്നത്. എല്ലാ രഥങ്ങളും ത്രിസന്ധ്യക്ക് ഇവിടെ ഒത്തുചേരും. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഈ വലിയ തിരക്ക് ഉണ്ടാകുന്നത്. എന്തായാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. ഒപ്പം അവരുടെ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഇവിടെയുണ്ട്. വലിയ തിരക്കാണ് അവിടെ ഉള്ളത്. എന്തായാലും അങ്ങനെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നു. സാധാരണഗതിയിൽ കൽപ്പാത്തിയിൽ എത്തിയാൽ ഇവിടെ ഒരു സ്ലോ മോർണിംഗ് ആയിരിക്കും. അതായത് ഈ അഗ്രഹാരത്തിന്റെ വീഥികളിൽ അവർ കോലം വരയ്ക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.